ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വളരെ സിമ്പിളായി കുറഞ്ഞ സമയത്തിനുള്ളിൽ എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന ഒരു ബീഫ് കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. അതുപോലെ ബീഫ് കറിക്ക് ടേസ്റ്റ് കൂടുന്നതിന് വേണ്ടി അതിന് ചെറിയ ചേരുവ ആഡ് ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് അറിയാൻ എല്ലാവരും വീഡിയോ മുഴുവനായി കാണണം, ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമുക്ക് ബീഫ് കറിയുടെ ഇൻഗ്രീഡിയൻസിലേക്ക് പോകാം. ഇതിനായി ഞാൻ എടുത്തിട്ടുള്ളത് 1/2 കിലോ ബീഫ്, 1 കപ്പ് ഉള്ളി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മസാലപ്പൊടി, 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, അതുപോലെ വേപ്പിലയും പുതിനയും മല്ലിയിലയും ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് 2 മീഡിയം സൈസ് സവാള, 1 തക്കാളി, 1 ചൂള ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ചെറിയ പച്ചമുളക് ആയതുകൊണ്ട് ഒരു 6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മീഡിയം സൈസ് ഇഞ്ചി 2 കഷ്ണമാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ വെളിച്ചെണ്ണ. ആദ്യം തന്നെ നമുക്ക് ഇതെല്ലാം ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അതിനായിട്ട് ആദ്യം നമുക്ക് ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ചെറുതായി ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇത് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സവാളയും തക്കാളിയും ഒന്ന് ചെറുതായി അരിഞ്ഞെടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ സവാളയും തക്കാളിയും അരിഞ്ഞെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് വഴറ്റാതെ തന്നെ നമുക്ക് നേരിട്ട് കുക്കറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ചതച്ച് വെച്ച മിക്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത്തിരി വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഒന്ന് വേവിക്കണം. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് എണ്ണയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് 2 വിസലിന് വേവിച്ചെടുത്തിട്ട് വരാം. ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികളാണ് ആഡ് ചെയ്യേണ്ടത്. അതിനാദ്യം നമുക്ക് മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. മുളക് പൊടി ആഡ് ചെയ്യാം. മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാണ്ട് ഈ മസാലപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ മസാലപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ പൊടികളെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആ വേപ്പില പുതിന മല്ലിയില മിക്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബീഫും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നേരത്തെ നമുക്ക് കുറച്ച് ഉപ്പ് മാത്രമാണ് ആഡ് ചെയ്തത്. അതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ സ്പൂണും കൊണ്ട് മിക്സ് ചെയ്യുന്നതിൽ നല്ലത് നമുക്ക് കൈ കൊണ്ട് തന്നെ നന്നായി മിക്സ് ചെയ്യാം. അപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കും. അപ്പോൾ നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ വെള്ളം കൂടി ആഡ് ചെയ്ത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഒരു 6 വിസിൽ നമുക്ക് വേവിച്ചെടുത്തിട്ട് വരാം. ഇതിപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണാം ഇറച്ചിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഞാൻ ആദ്യം പറഞ്ഞ ആ കൂട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ഞാൻ ചെറിയ പാൻ ഒന്ന് വെച്ചിട്ടുണ്ട്. ഈ പാൻ ചൂടായി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് എണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഉള്ളി ഒന്ന് വാടി വരണം. ഉള്ളി വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് വേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് മസാലക്കൂട്ടാണ്. അപ്പോൾ ഇതിലേക്കായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ചെറിയ പട്ട, 2 ചെറിയ ഗ്രാമ്പൂ, 2 ചെറിയ കഷ്ണം തക്കോലം കൂടിയാണ്. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ നന്നായി മിക്സായി നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഇറച്ചിക്കറിയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഇറച്ചിക്കറിയുടെ മുകളിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ടേസ്റ്റിനായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കുരുമുളക് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് ഗരം മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നന്നായി മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇറച്ചിക്കറി റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റിയാണ്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് കുക്കറിൽ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു. അസ്സലാമു അലൈക്കും.